ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ SIT കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു. ദ്വാരപാലക പാളി കേസിൽ കൂടി പ്രതിയായ എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയാണ് SIT കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിനെ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ പാളി കടത്തിയതിൽ എ പത്മകുമാറിന്റെ പങ്കുണ്ടെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തുടർന്ന് ജയിലിലെത്തി പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കേസിൽ SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചാണ് വിജിലൻസ് കോടതി ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. പത്മകുമാറിൽ നിന്ന് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം എ പത്മകുമാറും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറും വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. 12-ാം തീയതിയാണ് രണ്ടിലും വിധി പറയുക. തനിക്ക് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ദേവസ്വം ബോർഡിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്നാണ് എ പത്മകുമാർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. ഇതുവരെ ജാമ്യ ഹർജി സമർപ്പിച്ച മുരാരി ബാബുവിനും KS ബൈജുവിനും N വാസുവിനും കോടതി ജാമ്യം നൽകിയിരുന്നില്ല. പത്മകുമാറിന്റെ ജാമ്യ ഹർജിയും കോടതി തള്ളിക്കളയാനാണ് സാധ്യത. റിമാൻഡ് കാലാവധി പൂർത്തിയാക്കി വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ദേവസ്വം മുൻ കമ്മീഷണർ N വാസുവിനെ വീണ്ടും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രതിഷേധങ്ങളുണ്ടായ സാഹചര്യത്തിൽ കോടതി പരിസരത്ത് വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ജനം, കൊല്ലം.